സ്തോത്രം ചെയ്യുന്നു. ഓരോ പ്രഭാതവും അനുഗ്രഹിച്ചു തരുന്ന കർത്താവിന് ഇന്ന് പകൽക്കാലവും സ്തോത്രവും സ്തുതിയും അർപ്പിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഒരവസരം കൂടെ ഈ ഭൂമിയിൽ ദൈവം തന്നല്ലോ. ഈ മെയ് മാസം 1-ാമത്തെ ദിവസം ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. അത് ഓർത്ത് കർത്താവിന് നന്ദി കരേറ്റുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസം ആയിരക്കണക്കിന് ജനം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. 1-ാം ദിവസം കണ്ട പലരും ആമേൻ ആ ഏപ്രിൽ മാസം അവസാനത്തെ ദിവസം കാണാൻ കഴിയാതെ ഒത്തിരി പ്രതീക്ഷകളും സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ആയിരുന്ന ജനം കഴിഞ്ഞ മാസം തീരുന്നതിന് മുമ്പേ പ്രായവ്യത്യാസമില്ലാതെ പലരും പല നിലയിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ അവിടെയും ദൈവം നമ്മെ സൂക്ഷിച്ചു, നമ്മെ പരിപാലിച്ചു. കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മെ നിർത്തിയ ആ വലിയ ഭാഗ്യ പദവികളെ ഓർത്ത് ഇന്ന് പകൽക്കാലം സ്തുതിപ്പാൻ വകയുണ്ട്. ആ കർത്താവിലേക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ആമേൻ, സ്തോത്രം. ഈ മെയ് മാസം 1-ാമത്തെ ദിവസം കർത്താവിൻ്റെ പൊന്നുകരത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് കടന്നു വരാമല്ലോ. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകരാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 1-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയോഗം നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് ദൈവിക സാന്നിധ്യത്തിൻ്റെ മറവിൽ കടന്നു വരാമല്ലോ. കർത്താവ് നമ്മെ ഇന്ന് പകൽക്കാലം സഹായിക്കുന്ന അനുഗ്രഹിക്കുന്ന പകൽക്കാലമാണല്ലോ. ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ ദയ നമ്മെ ഇന്ന് പകൽക്കാലം ആമേൻ മറച്ച് സൂക്ഷിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു വരാം. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. അല്പനിമിഷം ധ്യാനിപ്പാൻ ആമേൻ ഈ മാസത്തിൻ്റെ 1-ാമത്തെ ദിവസം മുതൽ ആമേൻ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരുതലും പരിപാലനവും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പിന്നെയും അയക്കേണ്ടതിനായി നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാമല്ലോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10 അവിടെ ഇങ്ങനെ വായിക്കുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഈ മെയ് മാസം 1-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. സ്തോത്രം. അതേ അധ്യായം തന്നെ പ്രൈസ് ലോർഡ് നമുക്ക് അതിൻ്റെ 19, 20 നമുക്ക് വായിക്കുമ്പോഴും കർത്താവ് നമ്മെ വലിയ തലത്തിലേക്ക് വാഴ്ത്തത്വങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. സ്തോത്രം. എന്നാൽ ഇന്ന് പകലിൽ സ്തോത്രം പ്രൈസ് ലോർഡ് ഈ 10-ാമത്തെ വാക്യം അറിയാത്തവരാരുമില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. യാക്കോബിനോട് സംസാരിക്കുന്ന ദൈവം 14-ാം വാക്യം പറയുന്നു: പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഇന്ന് പകലിൽ നമ്മൾ ഏതെങ്കിലും വിധേന ഈ 5-ാമത്തെ മാസത്തിൽ കടന്നു എങ്കിൽ നമ്മുടെ ആരുടെയും മിടുക്കോ കഴിവോ സാമർഥ്യമോ വിദ്യാഭ്യാസമോ പണത്തിൻ്റെ ബലം കൊണ്ടോ ആരോഗ്യത്തിൻ്റെ ബലം കൊണ്ടോ വായുടെ ബലം കൊണ്ടോ ഒന്നും അല്ല നമ്മളിവിടെ എത്തിയത്. ഈ 5-ാമത്തെ മാസത്തിൽ കയറിയത് ആ കർത്താവിൻ്റെ വലിയ ദയ കൊണ്ടാണ്. സ്തോത്രം. അല്ല എൻ്റെ അപ്പൻ്റെ കുടുംബ സ്വത്ത് കൊണ്ടോ എൻ്റെ അമ്മയുടെ സ്വത്ത് കൊണ്ടോ ആമേൻ അവർ തന്ന ആരോഗ്യം കൊണ്ടോ ഒന്നും അല്ല നമ്മളിവിടെ എത്തിയത്. നമ്മളിവിടെ എത്തിയത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുണ. ആ കരുണയുടെ ബഹുത്വത്തിലാണ് നമ്മളിവിടെ ഈ 5-ാമത്തെ മാസത്തിൽ കടന്നു വന്നത്. നിങ്ങൾക്കറിയോ, എത്രയോ സ്വപ്നങ്ങളും മോഹങ്ങളുമായ ആയിരക്കണക്കിന് പേര് മരിച്ച ആമേൻ ചില മാസങ്ങൾ നമ്മെ വിട്ട് കടന്നുപോയി. 2026 ഒരു ശുദ്ധീകരണം ദൈവം ചെയ്തു. ദേശത്തിലും രാജ്യത്തിലും പട്ടണങ്ങളിലൊക്കെ
ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തി. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാളത്തെ ദിവസം നമുക്കുള്ളതല്ല, അത് ദൈവത്തിൻ്റെ ദിവസമാണ്. നാളെ ആര് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം, ആര് കർത്താവിനെ പ്രസംഗിക്കണം, ആര് എന്ത് ചെയ്യണമെന്ന് നിർമ്മിത കർത്താവിന് മാത്രമേ അറിയൂ. ആമേൻ. നാളെ ഞാൻ പലതും ചെയ്യും എന്ന് പറഞ്ഞ് ആരെങ്കിലും മസിൽ പിടിക്കുകയാണെങ്കിൽ, ഈ പ്രഭാതം 5-ാമത്തെ മാസം 1-ാമത്തെ ദിവസം പരിശുദ്ധൻ പറയുന്നു, ഈ മാസം എന്ത് ചെയ്യണമെന്നും എവിടെ പോകണമെന്നും, ആമേൻ, പ്രൈസ് ദി ലോർഡ്, എവിടെ പാർക്കണമെന്നും എന്ത് കഴിക്കണമെന്നും എന്ത് ഉടുക്കണമെന്നും നിശ്ചയിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഓരോ ദിവസവും പരിശുദ്ധൻ പറയുന്നത് ഇങ്ങനെയാണ്, അന്നന്ന് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് സമാധാനപ്പെടുക. ആമേൻ. സർവോപരി ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടുന്ന ദിവസങ്ങൾ, ആമേൻ, ആഗതമായിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നീ എന്ത് ചെയ്യണ്ട, ഭയപ്പെടേണ്ട. എന്തിനാ ഭയപ്പെടുന്നേ? ആമേൻ. ഒരു ആയുസ്സല്ലേ ഒരു മനുഷ്യനുള്ള, ഒറ്റ ആയുസ്. ഈ ഒരു ആയുസ്സേ ഉള്ളു സോദര, അല്ലേ? നമുക്ക് ദൈവത്തെ ആരാധിക്കാമെന്ന് പാട്ടുകാരൻ വെറുതെ പാടിയതല്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നീ ഭയപ്പെടേണ്ട യാക്കോബേ, ഞാൻ നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. ഏശാവ് നിന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് യാക്കോബിനെ ആമേൻ മുൻപിലോട്ട് കൊണ്ടുപോയിട്ട് പറയുകയാണ്, സ്തോത്രം, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ എന്ത് ചെയ്യും? ശക്തീകരിക്കും. അപ്പൊ ദൈവം ഒരു മനുഷ്യനെ ശക്തീകരിക്കാൻ തുടങ്ങിയാൽ, ദൈവം ഒരു മനുഷ്യനെ പണിയാൻ തുടങ്ങിയാൽ ആർക്കും തടയാൻ പറ്റില്ല. ഈ പ്രഭാതത്തിൽ, ഈ മെയ് മാസം 1-ാം ദിവസം പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, സ്തോത്രം, ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും, ആരും നിന്നെ താങ്ങിയില്ലെങ്കിലും, ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ആമേൻ. ആരും ഉണ്ടായിട്ടല്ലല്ലോ നമ്മളിവിടെ എത്തിയത്. സ്തോത്രം. ആരും കൂടെ ഉണ്ടായിട്ടല്ലല്ലോ നമ്മളിവിടെ എത്തിയത്. എത്രയോ പേര് നമ്മെ വിട്ടു പോയി, അല്ലേ? നമ്മുടെ കൂടെ സഹകരിക്കുമെന്ന് പറഞ്ഞവരും നമ്മുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരും ഒക്കെ നമ്മെ ഉപേക്ഷിച്ചു പോയില്ലേ? പക്ഷെ എല്ലാവരും പോയപ്പോഴും ആ വാക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നീ ഭയപ്പെടേണ്ട. സ്തോത്രം. ആ ഒറ്റ വാക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ, ഈ മാസത്തിൻ്റെ, പുതിയ മാസത്തിൻ്റെ 1-ാമത്തെ ദിവസം, ആമേൻ, പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ സകല ആവശ്യങ്ങളെയും അറിയുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നിന്റെ സകല വിഷയങ്ങളെയും അറിയുന്ന ദൈവം. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ദൈവമേ, എന്താ എൻ്റെ വിഷയം നീ അറിയുന്നില്ലേ? എൻ്റെ വിഷമം നീ അറിയുന്നില്ലേ? എൻ്റെ ഭാരം നീ അറിയുന്നില്ലേ എന്ന് പലപ്പോഴും ഞാൻ ദൈവത്തോട് പറയാറുണ്ട്. പക്ഷേ കർത്താവേ, ഞാൻ സഹായം അപേക്ഷിച്ചപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ലല്ലോ, ആരും ഒന്നുപോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഞാൻ ദൈവത്തോട് പറയാറുണ്ട്. കർത്താവ് എന്നോട് പറയുന്നതോ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇത് പറയാൻ ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടോ? സ്വന്തം ഭർത്താവ്, സ്വന്തം ഭാര്യ, മക്കൾ, കൂട്ടുകാര്, സ്നേഹിതന്മാര്, ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. രാഷ്ട്രീയ നേതാക്കൾ ആരില്ലെന്ന്. അവസരത്തിന് വേണ്ടി മാത്രമാണ് ഉണ്ടെന്ന് പറയുന്നത്. അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരുമില്ല. കർത്താവ് മാത്രമേ ഒരു ദൈവ പൈതലിനെ താങ്ങത്തുള്ളൂ. അല്ലാതെ ആരും താങ്ങുമെന്ന് പ്രതീക്ഷിക്കണ്ട. അവിടെ ഈ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്. നോയിക്കേ, ഞാൻ നിന്റെ കൂടെയുണ്ട്. അടുത്ത് പറയുന്നത്, ഞാൻ നിന്നെ ശക്തീകരിക്കും. ആമേൻ. എന്തിനാ? ഒരു യുദ്ധത്തിന് കുതിരയെ ചമയ്ക്കുന്നത് പോലെ നീ നിൽക്കുന്നത് യുദ്ധക്കളത്തിലാ. അപ്പോൾ ഞാൻ എൻ്റെ ശക്തിയെ നിന്റെ മേൽ പകരാൻ പോകുകയാ. ഞാൻ നിന്നെ സഹായിക്കും. കണ്ടോ, ഒരു മനുഷ്യൻ പോലും സഹായിക്കാനില്ല. ആ സമയത്ത് ദൈവം പറയാ, ഞാൻ നിന്നെ സഹായിക്കാം. ഹല്ലേലൂയ. നമ്മുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞോ? ചോദിച്ചിട്ടുണ്ടോ? ആമേൻ. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കില്ല. ആമേൻ. നമ്മുടെ വീട്ടിനകത്തൊന്നും ഇല്ല എന്ന് അറിഞ്ഞാൽ ആരും നമ്മുടെ വീട്ടിൽ വരത്തില്ല. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ വീട്ടിൽ എന്താ, ഒരു നേരത്തെ ആഹാരം ഉണ്ടെങ്കിൽ എല്ലാവരും വരും, ഇല്ലെങ്കിൽ ആരും വരത്തില്ല. ഒരു ചായപ്പൊടിയെങ്കിലും വീട്ടിൽ ഉണ്ടെങ്കിൽ വരും, അതില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകലിൽ കർത്താവ് പറയുക, ഞാൻ നിന്നെ സഹായിക്കാം, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ ചില കുടുംബങ്ങളെ താങ്ങട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ജയം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. അപ്പ ഈ 2026 മെയ് മാസം 1-ാമത്തെ ദിവസം ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗ്ഗം ഇടയാക്കി. കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം, സഭയെ അനുഗ്രഹിക്കണം, വ്യക്തികളെ അനുഗ്രഹിക്കണമേ. സഹായിപ്പം കർത്താവ് ഇറങ്ങിയിരിക്കാൻ സ്തോത്രം. കർത്താവ് വടിനെ മാനിക്കണം, കൃപയിൽ പൊതിയണം. ആവശ്യങ്ങൾ ദൈവം അറിയുന്നല്ലോ. പരിശുദ്ധാത്മാവിൽ പിന്നെയും ബലപ്പെടുവാൻ സഹായിക്കണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.